കാശ്മോനെ ഇതൊക്കെ സംഭവം മനസ്സിലായോ? കഴുകും തൈകളാണ്. ഇതിലിപ്പോ എന്തൊക്കെ കാസർഗോഡ് അങ്ങനൊക്കെ ആയിട്ട് പല വിലയായിട്ടുണ്ട്. അപ്പൊ എന്താ ഈ കവുങ്ങും തൈയുടെ പ്രത്യേകത? നമ്മുടെ നാട്ടിലൊക്കെ ഈ കവുങ്ങും തൈകൾ എന്താ പറയുക, നാടൻ തൈകളാണ്. അപ്പൊ ഈ നാടൻ തൈകൾ വെച്ചാല് അതിനെക്കാട്ടിലേറെ ഇത് കായ്ക്കും. കാസർഗോഡ് 40 വർഷം ഏകദേശം ഒരു 40 വർഷത്തെ നാടൻ കഴുകിന്റെ അത്രയൊക്കെ തന്നെ ഏകദേശം ആയുസും കിട്ടും. നന്നായിട്ട് ഉള്ള സമയം കൊണ്ട് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യും, അടക്ക കിട്ടും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ നമ്മളിവിടെ കഴുകുന്നതേക്ക് ഇത്ര വലിയ പ്രസക്തി എന്താ വെച്ചാല്, ഇവിടെ നമ്മളെ ഏരിയയിലൊക്കെ വരുമ്പോ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കൽപ്പകഞ്ചേരി, തിരൂര് ഭാഗങ്ങൾ ഇങ്ങനെ ഈ ഏരിയകളൊക്കെ ഉണ്ടല്ലോ. വെറ്റില ഈ കഴുകുന്നതേയും ഒക്കെ എന്ത് ചെയ്യും, ഒന്നുകിൽ കുരുമുളക് അല്ലെങ്കിൽ വെറ്റില എന്ത് ചെയ്യുന്നുണ്ടാവും, ജനങ്ങൾ അതിൽ പടർത്തും. വെറ്റില നല്ലൊരു വരുമാനമാണല്ലോ. അപ്പോൾ വെറ്റിലക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ വളമം കറക്റ്റ് 3-4 ദിവസം മുമ്പ് കറക്റ്റായിട്ട് നനക്കും, അതിന് വേണ്ട കറക്റ്റുള്ള വളമ കൊടുക്കും. ആ കൂട്ടത്തിൽ എന്ത് ചെയ്യും, ഈ കഴുങ്ങും നന്നായിട്ട് വളർന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ വെറ്റില കൂടി പടർത്താനും കൂടി എന്ത് ചെയ്യും, ഈ കാസർഗോഡ് തേയിനെ പറ്റും. മറ്റേ നാടൻ തൈകളെക്കാൾ ഏറെ ആരോഗ്യം ഉണ്ടാവും, നമ്മൾ കരുത്തുള്ള തൈയാണെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വൻ ശേഖരം തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ഐറ്റം പേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്. മോഹിതനഗർ അങ്ങനൊക്കെ പേരില്ലേ? മോഹിതനഗർ, അതുപോലെ കാസർഗോഡ് സൈഗഡ്, വിവിധങ്ങളായിരിക്കുന്ന ഒത്തിരി എന്ത് ചെയ്യാണ് കഴുകുന്തൈകളാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ കഴുകുന്തൈകളൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, അതും വളരെ കുറഞ്ഞ റേറ്റിൽ അവർ കൊടുക്കുന്നത്. ഗ്രീൻ ആഗ്രോ ഫാമിൽ എപ്പോഴും പലതും നല്ല ഓഫർ റേറ്റിൽ കിട്ടും. ഇപ്പൊ സത്യത്തിൽ ഒരു ഓഫർ കൊടുക്കുന്ന സമയമാണ്. അപ്പൊ എന്തായാലും അങ്ങനെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യട്ടെ, ഗ്രീൻ ആഗ്രോ ഫാം സന്ദർശിക്കാൻ മറന്നു പോകണ്ട. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്രമാത്രം ഫലവൃക്ഷ തൈകളുടെ വൻ ശേഖരവുമായിട്ട് ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയാത്ത ആളുകൾ ഇനിയും ഉണ്ടാവും. ഇവിടെ ഒരു പ്രാവശ്യം സന്ദർശിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അറിവുകൾ എന്ത് ചെയ്യും ഇവർ പകർന്നു നൽകുന്നുള്ളതാണ്. അവര് പ്ലാൻ ചെയ്യാനൊക്കെ നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന സംവിധാനമൊക്കെ ഇവിടെ അടുത്തുണ്ട്. അപ്പൊ എന്തായാലും അത്ര ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് സന്ദർശിക്കാൻ മറന്നു പോകണ്ട. അപ്പൊ ഓക്കെ എന്നാല്.